റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരായതെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ എന്നിവരുമായാണ് വ്യാപാരികൾ ചർച്ച നടത്തിയത്. വേതനവർദ്ധനവ് ഒഴികെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും വേതനവർദ്ധനവ് സംബന്ധിച്ച് 3-അംഗ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടത്തി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരിഗണിക്കാമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്നും മന്ത്രിമാർ യോഗത്തെ അറിയിച്ചു. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ തിങ്കളാഴ്ച മുതൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ടു പോകാൻ സംഘടനകൾ തീരുമാനിക്കുകയായിരുന്നു. റേഷൻ കട നടത്തിക്കൊണ്ടുപോകാൻ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങിയതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചുണ്ടൽ വ്യക്തമാക്കി. കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ജനുവരി 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് കട അടച്ചിടുകയാണ്. കാലോചിതമായി വേതന പാക്കേജ് പരിഷ്കരിക്കാതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. തുടർന്ന് കൊണ്ടുപോകുവാൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ 7 വർഷമായി പ്രഖ്യാപിക്കാതെ നിൽക്കുന്ന വേതന പാക്കേജ് പുനഃപരിഷ്കരിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും റേഷൻ വ്യാപാരികളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റേഷനരി ഓരോ വർഷം കഴിയും തോറും വെട്ടിക്കുറയ്ക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. 2016 ശേഷം റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ ചുണ്ടൽ കൂട്ടിച്ചേർത്തു. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നത്.